ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഈ ഒരു മോഡ്യൂള് മലയാളത്തിലെടുക്കാം. ക്വിക്കായിട്ട് നമുക്കിത് നോക്കി പോകാം. ബാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻസ്പെക്ഷനെ കുറിച്ചും, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫാക്ടറി ഫ്ലോറിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ജനറലി അതെങ്ങനെയാണ് ഇൻസ്പെക്റ്റ് ചെയ്യുന്നതും, അങ്ങനെ ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ്സും, ആ നെഗറ്റീവ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ഷനെ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം കുറച്ച് ഇൻസ്പെക്ഷൻ ഫണ്ടമെൻറ്റൽസ്. ക്വാളിറ്റി കൺട്രോളിൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഇസ് എ മെത്തേഡ്. അതിനകത്ത് നമുക്ക് പുവർ ക്വാളിറ്റിയും ഗുഡ് ക്വാളിറ്റിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ട്രഡീഷണലി പറയുകയാണെങ്കിൽ ഇൻസ്പെക്ഷൻ വളരെ ലേബർ ഇൻറ്റൻസീവാണ്, കാരണം അത് മാനുവൽ മെത്തേഡാണ്. അപ്പോൾ വളരെ ലേബർ ഇൻറ്റൻസീവ് മാനുവൽ മെത്തേഡാണ്. അത് കാരണം ഒരുപാട് സമയവും കൺസ്യൂം ആവും. ഈ ലേബറിന് വേണ്ടിയിട്ട് നമ്മൾ ശമ്പളം കൊടുക്കാൻ കൊണ്ട് കോസ്റ്റും ഒരുപാട് ഹൈ ആണ്. അത് കാരണം മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ അതിൻ്റെ ലീഡ് ടൈം, അതേപോലെ ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും ശരിക്കും കൂടും. എന്നാൽ അത് കണ്ട് പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വാല്യൂ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ചൊരു വാല്യൂ ഉണ്ടാവുന്നില്ല. അപ്പോൾ പുതുതായിട്ടുള്ള മെത്തേഡ്സിൽ, ക്വാളിറ്റി കൺട്രോളിൻ്റെ പുതിയ അപ്രോച്ചസിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പുതിയതായിട്ടുള്ള ചില അപ്രോച്ചസ് നമ്മൾ എടുക്കുകയാണ്. ഒന്ന്, നമ്മൾ 100% ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 100% ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ മീൻസ് നമ്മളിവിടെ 100% ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിനെയും ഇൻസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജനറലി നമ്മൾ ഒരു 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, മാനുവലായിട്ടുള്ള ലേബർ ആണെങ്കിൽ 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനകത്തു നിന്നൊരു 3 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം ചിലപ്പോൾ ഇൻസ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഓട്ടോമേഷൻ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ 100% നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനെയും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. അതും ഓട്ടോമാറ്റിക് ഇൻസ്പെക്ഷനാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ സെൻസർ സിസ്റ്റമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓൺലൈൻ സെൻസർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസംബ്ലി ലൈനിനകത്താണല്ലോ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അസംബ്ലി ലൈനിനകത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അത് സെൻസർസ് യൂസ് ചെയ്തിട്ട് അതിനെ അപ്പം തന്നെ ഇൻസ്പെക്റ്റ് ചെയ്ത് ഗുഡ് ക്വാളിറ്റി ആണോ ബാഡ് ക്വാളിറ്റി ആണോ എന്ന് മനസ്സിലാക്കി ഇടയ്ക്ക് വെച്ച് തന്നെ അതിനെ തള്ളിക്കളയുന്ന ഒരു രീതിയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഇൻസ്പെക്ഷനിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത്. അതുകൂടാതെ നമ്മളതിനെ സോഫ്റ്റ്വെയർ ടൂൾസ് അതിനെ ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും, നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്ന സെൻസേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ സെൻസർ ടെക്നോളജീനെയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു അഡ്വാൻസ് ഓട്ടോമാറ്റിക് ഇൻസ്പെക്ഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജനറൽ ടെർമിനോളജീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊസീജിയറാണ്. നമുക്കൊരു അൺനോൺ ക്വാണ്ടിറ്റീനെ നമ്മളൊരു നോൺ സ്റ്റാൻഡേർഡോ എടുത്തിട്ട് നമ്മളതിനെ കമ്പയർ ചെയ്യും. അതായത് ഇപ്പോൾ സപ്പോൾ നോൺ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു 15 സെൻറ്റിമീറ്ററുടെ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ 15 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നോൺ സ്റ്റാൻഡേർഡാണ്. ആ നോൺ സ്റ്റാൻഡേർഡിൻ്റെ ആ സ്കെയിൽ വെച്ചിട്ടാണ് ഞാനൊരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അതിനെയാണ് നമ്മൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഒരു നോൺ സ്റ്റാൻഡേർഡിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് മെഷർ ചെയ്യുന്നതിനെയാണ്. ഓക്കെ, മെഷർമെൻറ്റ് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. ഓക്കെ, ആ ന്യൂമറിക്കൽ വാല്യൂ എക്സാക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ വിത്തിൻ ഒരു സർട്ടൻ ആക്യുറസിയും പ്രൊസിഷനിലും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അത് എക്സാക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒറിജിനലി ഒരു സാധനത്തിൻ്റെ ലെങ്ത്ത് 11.5532 ആണെന്ന് വിചാരിക്കുക, ഒറിജിനലി സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രിസിഷൻ കുറവാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റിലത്തെ 3 എണ്ണം സപ്പോസ് കിട്ടത്തില്ല. അവർ മെഷർമെൻറ്റ് നമ്മുടെ 11.55 ആയിരിക്കും. അതേസമയം ആക്യുറസി കുറവാണെങ്കിൽ ഇത് 11.55ക്ക് പകരം 11.6 ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ 11.4 ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പം ഒരു സർട്ടൻ ലിമിറ്റും ഒരു സർട്ടൻ ആക്യുറസിയും പ്രിസിഷൻ്റെ ഉള്ളിൽ മെഷർമെൻറ്റ് നമ്മൾ നടത്തുന്നു. ദി സയൻസ് ഓഫ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ മെട്രോളജി എന്ന് വിളിക്കുന്നത്. മെട്രോളജി ഡീൽ ചെയ്യുന്നത് 7 ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെയാണ് 7 ബേസിക് ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്, ടൈം,
ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി അതായത് വെട്ടം, ആൻഡ് മാറ്റർ. ഈ 7 ബേസിക് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ 7 ബേസിക് ക്വാണ്ടിറ്റീസിനെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഏരിയ, ലെങ്ത് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്ന വോളിയൂം. വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ലെങ്ത് ബൈ ടൈം ആണ്. അപ്പോൾ ലെങ്ത് ബൈ ടൈം ആണ് നമ്മൾ വെലോസിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ ആക്സിലറേഷൻ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ മാസ് നമ്മൾ കണ്ടുപിടിച്ചു, ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി ലെങ്ത് ആൻഡ് ടൈം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ഡിറൈവ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് നമ്മുടെ ഇൻസ്പെക്ഷൻ്റെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നൗ നമ്മൾ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, 2 ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷനാണ് നമ്മൾ പഠിക്കുക. ഒന്ന് ഇൻസ്പെക്ഷൻ ഓഫ് വേരിയബിൾസും മറ്റൊന്ന് ഇൻസ്പെക്ഷൻ ഓഫ് അട്രിബ്യൂട്ട്സും. ഈ ഇൻസ്പെക്ഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മളൊരു സിലിണ്ടറിക്കൽ പാർട്ടിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓവൻ്റെ നമ്മൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നു, ഏതെങ്കിലും ഒരു കെമിക്കൽ പ്രൊഡക്റ്റിൻ്റെ, ഒരു ഫ്ലൂയിഡ് കെമിക്കൽ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ വേരിയബിളായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ആണ് നമുക്കതിന് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഡാറ്റ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം, കളക്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതിൻ്റെ പാറ്റേൺ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഹോൾ മാനുഫാക്ചറിങ് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇൻസ്പെക്ഷൻ ഓഫ് വേരിയബിൾസ്. അപ്പോൾ സിലിണ്ടർ ഞാൻ മെഷർ ചെയ്യുമ്പോൾ എനിക്ക് 5.34 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 11.2 ഓംസ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അത് എല്ലാ പ്രാവശ്യവും സെയിം വാല്യൂ ആവണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്യും, നമ്മൾ ഓവർ ദ ടൈം അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ ഫൈൻ ട്യൂൺ ചെയ്യും, കുറച്ചും കൂടി ബെറ്റർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേസമയം രണ്ടാമത്തത് ഇൻസ്പെക്ഷൻ ഫോർ അട്രിബ്യൂട്ട്സ്. ഫോർ അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നമ്മളൊരു സിലിണ്ടറിക്കൽ പാർട്ട് ഉണ്ടാക്കി. ഈ സിലിണ്ടറിക്കൽ പാർട്ട് അത്യാവശ്യം ഒരു കറക്റ്റ് സിലിണ്ടർ ആണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒന്നുമില്ല. സപ്പോസ് ഇതിവിടെ ഒരു അച്ചുണ്ടെന്ന് വിചാരിക്കുക. ഒരു അച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഷീറ്റിൽ നമ്മളൊരു എക്സാക്ട്ലി നമുക്ക് ഏത് ഡയമീറ്ററിൻ്റെ ആണ് പറ്റുന്നത് അതിൽ കൂടെ ഇതിനെ ഞാൻ ജസ്റ്റ് കടത്തി വിടുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നല്ലതാണ്. കടന്നു പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ ഞാൻ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇതിൻ്റെ എക്സാക്റ്റ് ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതിന് അത്യാവശ്യം ഒരു വണ്ണം ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ആ വണ്ണത്തിനേക്കായി ഈ പർട്ടിക്കുലർ വണ്ണത്തിനേക്കായി കൂടുതലുള്ള ഒരു സാധനം എനിക്ക് പുറത്ത് വരരുത് എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ അട്രിബ്യൂട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഗേജാണ് ഞാൻ ഈ പറഞ്ഞ ഈ അച്ച് പോലത്തെ ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ മെഷർ ചെയ്യുന്നതാണ് നമുക്ക് ഇൻസ്പെക്ഷൻ ഫോർ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വലിയ കോസ്റ്റ് ഒന്നും വേണ്ട. അതേസമയം നമ്മൾ ഇതിൻ്റെ എക്സാക്റ്റ് ഡയമീറ്ററൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ കോസ്റ്റ്ലിയാണ്, ടൈം കുറച്ച് കൂടുതലെടുക്കും. പക്ഷേ മറ്റത് അതായത് മെഷറിങ് ഓഫ് അട്രിബ്യൂട്ട്സ് ആണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ അച്ച് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്, മേളിൽ നിന്ന് പ്രൊഡക്റ്റ് റെഡി ആവുന്നത് താഴെ കൂടെ നേരെ ഇതിൽ കൂടെ ഇടുകയാണ്. കടന്നു പോകുന്നത് അക്സെപ്റ്റഡ് ആണ്, തെറിച്ച് പോകുന്നത് അക്സെപ്റ്റഡ് അല്ല. അപ്പം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻസ്പെക്ഷൻ ഫോർ അട്രിബ്യൂട്ട്സ്. ഇതിന് മുമ്പേ ചെയ്തത് ഇൻസ്പെക്ഷൻ ഫോർ വേരിയബിൾസ് ആയിരുന്നു. ഇപ്പോൾ ജനറലി ഒരു ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രസൻറ്റേഷൻ, അതായത് നമ്മൾ ഏത് പ്രൊഡക്റ്റിനെയാണോ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അതിനെ എക്സാമിൻ ചെയ്യുക. ഇപ്പോൾ എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇൻസ്പെക്ഷൻ ഫോർ വേരിയബിൾസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ഫോർ അട്രിബ്യൂട്ട്സ് ചെയ്യാം.
ഇൻസ്പെക്ഷൻ ഫോർ വേരിയബിൾസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബേസിക്കലി അതിൻ്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, അതിൻ്റെ ലെങ്തോ അതിൻ്റെ വിഡ്ത്തോ അതിൻ്റെ മാസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫിസിക്കലി കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തത് നമ്മൾ ഒന്നെങ്കിൽ അതിനെ ഇൻസ്പെക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണെങ്കിൽ ഒന്നെങ്കിൽ അത് ഒരു സാധനത്ത് കടന്നു പോകുന്നുണ്ടോ, ഒരു ഗേജിൽ കൂടെ അത് നമുക്ക് ഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ നോക്കുന്നു. അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇൻസ്പെക്ഷനിൽ, ദാറ്റ് ഈസ് എക്സാമിനേഷൻ ആഫ്റ്റർ പ്രസൻറ്റേഷൻ. അപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഐറ്റം എടുക്കുക, എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ എക്സാമിൻ ചെയ്യുക. മൂന്നാമത്തേത് ഡിസിഷൻ മേക്ക് ചെയ്യുക. അതായത് ഡിസിഷൻ എന്താണ്? ഒന്നെങ്കിൽ ഇത് ഒരു സർട്ടൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന് ഉള്ളിൽ വരുന്നതാണ്, അത് കാരണം നമുക്ക് ഒന്നെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടൊക്കെ കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷേർഡ് ക്വാണ്ടിറ്റി കാരണം ഇതിനെ നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ചില കേസിൽ അതിനെ പല ഗ്രേഡായിട്ട് തിരിക്കും. ഗ്രേഡ് എ പ്രൊഡക്റ്റ്, ഗ്രേഡ് ബി പ്രൊഡക്റ്റ്, പിന്നെ അൺഅക്സെപ്റ്റബിൾ, പല ഗ്രേഡിൻ്റെയും വരാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ചില ഡിസിഷൻ ഡയറക്റ്റ്ലി ബൈനറിയാണ്, അതായത് ഒന്നെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. ചില കേസിൽ അതിനെ ഗ്രേഡ് ചെയ്യും, അതായത് ഇത്ര എല്ലാം അക്സെപ്റ്റഡ് ആണ്, പക്ഷേ അക്സെപ്റ്റഡിനകത്ത് ഗ്രേഡ് 2 ഗ്രേഡുള്ള സംഗതികൾ, 2 ഗ്രേഡുള്ള പ്രൊഡക്റ്റായിട്ട് നമ്മൾ അതിനെ എടുക്കും. അങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ആക്ഷനാണ്. അപ്പോൾ ആക്ഷൻ എന്താണ്? ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസിഷൻ എടുത്തല്ലോ, ഒന്നെങ്കിൽ ആക്സെപ്റ്റബിൾ ആണ് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതിനെ നമ്മൾ ഒന്നെങ്കിൽ പാക്കേജിങ്ങിലോട്ട് വിടുന്നു, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളതിനെ ഒന്നെങ്കിൽ നമ്മൾ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു പാക്കേജ് ചെയ്ത് വേറെ എവിടെയെങ്കിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, റോ മെറ്റീരിയലായിട്ട്. അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് നമുക്കതിനെ ഡിസിഷൻ എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ആക്ഷൻ സ്റ്റേജ്. അപ്പോൾ പ്രസൻറ്റേഷൻ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ, മൂന്നാമത്തത് സ്റ്റേജ് ഡിസിഷൻ സ്റ്റേജ്, നാലാമത്തെ സ്റ്റേജ് ആക്ഷൻ സ്റ്റേജ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു മാനുവൽ ഇൻസ്പെക്ഷൻ്റെ ജനറൽ മെത്തേഡ്സ് ആണ്. അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്താണ്? ഓക്കെ, അതിൻ്റെ ബേസിക് മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ശരിക്കും കുറയുന്നു. രണ്ടാമത്തത് ഈ ഓട്ടോമേറ്റഡ് മെഷീൻസ് ആയത് കാരണം അതിന് മനുഷ്യനെ പോലെ ഫെറ്റീഗായിട്ടൊന്നും വരത്തില്ല, മെൻ്റൽ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ജനറലി മെൻ്റൽ എറേഴ്സ് ഫെറ്റീഗ് കാരണം ഹ്യൂമൻ ഇൻസ്പെക്ടേഴ്സിൽ ഉണ്ടാവാറുണ്ട്, നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ എക്കണോമിക്കൽ ആണോ ഇല്ലയോ ഈ പറയുന്ന ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ എക്കണോമിക്കൽ ആണോ ഇല്ലയോ എന്നുള്ളത് ലോങ് ടേമിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെ അത് കാരണം സിസ്റ്റം ബെറ്റർ ആൻഡ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് വാല്യൂ ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കോസ്റ്റ്ലി ആണ് ഇനീഷ്യലെങ്കിലും പിന്നെ ആ കോസ്റ്റ് റിക്കവർ ആവും ബ്രാൻഡിൻ്റെ വാല്യൂ വളരുമ്പോഴത്തേക്ക്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇനീഷ്യലി കോസ്റ്റ്ലി ആണെങ്കിലും ലേബർ ശരിക്കും കുറഞ്ഞു കിട്ടും. ലേബർ കുറഞ്ഞു കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ലേബർ കുറഞ്ഞത് കാരണം ഉണ്ടായിരിക്കുന്ന ഒരു കോസ്റ്റ് റിഡക്ഷൻ ഇതിനകത്ത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം എക്കണോമിക്കലി ജസ്റ്റിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് സിസ്റ്റത്തിൽ, ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി ഓട്ടോമേറ്റഡ് ആയിരിക്കാം. അപ്പോൾ സെമി ഓട്ടോമേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ്റെ സ്റ്റേജ് മാത്രം ഓട്ടോമേറ്റ് ചെയ്യുന്ന ചില കേസുകളുണ്ട്. അതായത് ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന, സപ്പോസ് നമ്മൾ കപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു 100 കപ്പിനകത്തു നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു റോബോട്ട് വന്നിട്ട് ഒരു 5 എണ്ണം പെറുക്കി ഹ്യൂമൻ ഇൻസ്പെക്ടറിന് പെറുക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഓട്ടോമേറ്റഡ് പ്രസൻറ്റേഷൻ മാത്രമാവുന്നുള്ളൂ. ബാക്കിയുള്ള സ്റ്റേജസ്, എക്സാമിനേഷൻ സ്റ്റേജ്, ഡിസിഷൻ സ്റ്റേജ്, ആക്ഷൻ സ്റ്റേജ്, ഈ 3 സ്റ്റേജും അതിനകത്ത് നടന്നിട്ടില്ല. അപ്പോൾ അത് സെമി ഓട്ടോമേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സാമിനേഷനും ഡിസിഷനും നടക്കുന്ന സ്റ്റേജുകളുണ്ട്. അതായത് ഒരു മാനുവൽ ആയിട്ടുള്ള ഒരാൾ നേരെ എടുത്തിട്ട് ആ കപ്പ് എടുത്തിട്ട് ഒരു ഇൻസ്പെക്ഷൻ്റെ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിലോട്ട് കൊടുക്കുകയാണ്. അത് അതിനകത്തുനിന്ന് ഡയറക്റ്റ്ലി ഈ പറയുന്ന എക്സാമിനേഷൻ സ്റ്റേജും അതിൻ്റെ ഡിസിഷൻ സ്റ്റേജും ഡയറക്റ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. വേറാസ് പ്രസൻറ്റേഷൻ മാത്രം ലോഡിംഗ് ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം ഉണ്ട്. അതായത് അതിനകത്ത് പ്രസൻറ്റേഷനും എക്സാമിനേഷനും ഡിസിഷനും എല്ലാം
ഓട്ടോമാറ്റിക്കലി ആണ് ചെയ്തത്. അപ്പോൾ ഓട്ടോമേഷൻ നമുക്ക് ഒന്നുകിൽ സെമി ഓട്ടോമേറ്റഡ് നടത്താം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓട്ടോമേഷൻ നടത്താം. ഇനി അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിക്കോട്ടെ സെമി ഓട്ടോമേറ്റഡ് ആയിക്കോട്ടെ, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആ ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ്റെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒന്ന് മാനുഫാക്ചറിങ് പ്രോസസ്സ്, അതായത് ആ അസംബ്ലി ലൈനിനകത്ത് തന്നെ നമ്മൾ ഇൻസ്പെക്ഷനും ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതായത് അതിനകത്ത് ഈ അസംബ്ലി ലൈനിനകത്ത് ഈ ഇൻസ്പെക്ഷൻ സിസ്റ്റം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അടുത്ത കാര്യം, ഇത് ഫുൾ പൊട്ടൻഷ്യൽ ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റും ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് 100% ഇൻസ്പെക്ഷൻ ഈസ് യൂസ്ഡ്. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ കാരണം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാവണം. പോസിറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ അല്ല ഉദ്ദേശിച്ചത്. നമുക്കറിയാം, ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതാണെങ്കിൽ അതിനെ ഒരു ഡയറക്ഷനിലോട്ട് വിടും, ചീത്തയാണെങ്കിൽ അതിനെ വേറെ ഡയറക്ഷനിലോട്ട് വിടും. അപ്പോൾ അത് മാത്രമല്ല പോസിറ്റീവ് ആക്ഷൻ. ഇതിനകത്ത് പോസിറ്റീവ് ആക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു 10 പ്രൊഡക്റ്റ് വരിക, 10 പ്രൊഡക്റ്റ് പുറത്ത് വരുന്നതിനകത്ത് നിന്ന് 3 എണ്ണം കേടായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു ഇൻകമിങ് വർക്ക് പാർട്ടുണ്ട്, മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇൻസ്പെക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഔട്ട് ഗോയിങ് പാർട്ടാണ്. ഔട്ട് ഗോയിങ് പാർട്സിനകത്ത് നല്ല പാർട്ടും പൊട്ട പാർട്ടുമായിട്ട് നമ്മളിതിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് അപ്പാർട്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഇതിനകത്തുള്ള എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ ഫീഡ്ബാക്ക് പ്രോസസ് കൺട്രോൾ, നമുക്ക് ഇതിൻ്റെ ഔട്ട് ഗോയിങ് പാർട്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നമുക്കതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും മാനുഫാക്ചറിങ് പ്രോസസ്സിനെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ടെമ്പറേച്ചർ കാരണം, ടെമ്പറേച്ചറിൻ്റെ ഇത് കാരണം ഇവിടെ വരുന്ന ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ടെമ്പറേച്ചർ കൂടിയത് കാരണം സാധനം ശരിയാവുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് വരുന്നത് ബേക്ക്ഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ഇത്തിരി കരിഞ്ഞിരിക്കുന്ന മാതിരിയാണ് തോന്നുന്നത്, ഇത്തിരി ഒന്ന് ഡാർക്ക് കളറാണ്. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ടെമ്പറേച്ചർ ശരിയല്ല. അപ്പോൾ ഫീഡ്ബാക്ക് പോവും ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഫീഡ്ബാക്ക് പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പാർട്സ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇൻകമിങ് പാർട്ടാണ്, മാനുഫാക്ചറിങ് പ്രോസസ്സിൽ കൂടെ പുറത്ത് വരുന്നു, നമുക്ക് പാർട്സിനെ ഡയറക്റ്റ്ലി സോർട്ട് ചെയ്തിട്ട് അക്സെപ്റ്റബിൾ പാർട്ട് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പാർട്ടായിട്ട് നമുക്കിതിനെ രണ്ടായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിനകത്ത് പക്ഷേ ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ പോസിറ്റീവ് ആക്ഷൻസ് രണ്ടെണ്ണം. ഇനി ഇൻസ്പെക്ഷനെ പറ്റി ഒരു ചെറിയ കാര്യം ജസ്റ്റ് പറയാനുള്ളത്, നമുക്ക് ഇൻസ്പെക്ഷൻ എവിടെയൊക്കെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ റോ മെറ്റീരിയൽസ് കിട്ടുമ്പം, അല്ലെങ്കിൽ പാർട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ പാർട്സ് റിസീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്താം. അതല്ലാതെ മാനുഫാക്ചറിങ്ങിൻ്റെ പല സ്റ്റേജസ് ഉണ്ട്, ആ പല സ്റ്റേജസിൽ നമുക്ക് ഇൻസ്പെക്ഷൻസ് നടത്താൻ പറ്റും. അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഷിപ്പ് ചെയ്യുന്നതിന് മുമ്പേ പ്രൊഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് എറേഴ്സാണ് നമുക്ക് കാണുക. ഒന്ന് ടൈപ്പ് 1 എറേഴ്സ് എന്ന് പറയും, ടൈപ്പ് 2 എറേഴ്സ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് ഇൻസ്പെക്ഷനിൻ്റെ എററാണ്, അല്ലാതെ ഇൻസ്പെക്ഷൻ കാരണം കണ്ടുപിടിച്ച എററല്ല. ഇൻസ്പെക്ഷനിൽ ഉണ്ടാവുന്ന എററാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അപ്പോൾ ഈ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്തു, പക്ഷേ ഇൻസ്പെക്ഷനിൽ ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്ക് കാരണം ഒരു നല്ല പ്രോഡക്റ്റ് റിജക്റ്റ് ആയിപ്പോയി. അങ്ങനെ ഒരു നല്ല പ്രോഡക്റ്റ് റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് ആരുടെ നഷ്ടമാണ്? പ്രൊഡ്യൂസറുടെ നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതിനെ ടൈപ്പ് 1 എറേഴ്സിന് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് പ്രൊഡക്റ്റ് ആയിരുന്നു, പക്ഷേ അത് ബാഡ് പ്രൊഡക്റ്റ് ആയിരുന്നിട്ടും കൂടി ഇൻസ്പെക്ഷൻ സ്റ്റേജിൽ കൂടി അത് കടന്നുകൂടി, അത് അക്സെപ്റ്റഡ് സ്റ്റേജിലോട്ട് എത്തി. അങ്ങനെ വരുന്നൊരു സാധനം ആർക്കാണ് നഷ്ടം ഉണ്ടാക്കുന്നത്? കൺസ്യൂമേഴ്സിനാണ് പിന്നെ നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 2 എറേഴ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ റിസ്ക് ആണ്. ഇത് ജസ്റ്റ് 2 ടെർമിനോളജീസ് ആണ് ഇൻസ്പെക്ഷനകത്ത്. ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണെന്നുള്ളത്. നെക്സ്റ്റ്, ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷനകത്ത് ഓഫ്ലൈൻ ഇൻസ്പെക്ഷൻ എന്താണെന്നും ഓൺലൈൻ ഇൻസ്പെക്ഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഓൾമോസ്റ്റ് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓഫ്ലൈൻ ഇൻസ്പെക്ഷനും ഓൺലൈൻ ഇൻസ്പെക്ഷനും.
ഫസ്റ്റ് ഓഫ്ലൈൻ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈനിനകത്ത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇൻകമിങ് വർക്ക് പാർട്സ് ഉണ്ട്, മാനുഫാക്ചറിങ് ചെയ്യുന്നു, ഔട്ട്പുട്ട് യൂണിറ്റ് എടുക്കുന്നു. ഈ ഔട്ട്പുട്ട് യൂണിറ്റിനകത്തു നിന്ന് ചില സാമ്പിൾസ് മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഇതിനകത്തൊരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് 100 എണ്ണം ഇതിനകത്തുനിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ആ 100 പ്രൊഡക്റ്റ് ഇറങ്ങി പാക്കായിട്ട് ഒരു ബോക്സ് ആയിട്ട് ഒരു ലോട്ടായിട്ട് സപ്പോസ് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് ഈ 100 പോയപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഒരു 10 എണ്ണം ഇങ്ങോട്ട് ചിലപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് 100 എണ്ണം പോയി, ഇതിനകത്തൊരു 10 എണ്ണം പോയി. അപ്പോൾ ഈ 100 എണ്ണത്തിൻ്റെ ഫെയ്റ്റ് കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്യുക ഈ ഇൻസ്പെക്ഷൻ്റെ ഔട്ട്പുട്ടാണ്. ഈ ഇൻസ്പെക്ഷനകത്ത് സപ്പോസ് 10-നകത്ത് 3 എണ്ണം തെറ്റിപ്പോയാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 3 എണ്ണം തെറ്റിപ്പോവാണ്, 10 എണ്ണത്തിൽ 3 എണ്ണം ഇൻസ്പെക്ഷനിൽ ഡിസിഷൻ വരുവാണ്, ഇറ്റ് ഈസ് റിജക്റ്റഡ് എങ്കിൽ ഈ ഹോൾ ലോട്ട് അങ്ങ് റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഹോൾ ലോട്ട് അങ്ങ് റിജക്റ്റ് ചെയ്യും. ചില സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഈ 10 എണ്ണം വരുന്നതിനകത്ത് ചിലപ്പോൾ 3 എണ്ണം അല്ല 2 എണ്ണം മാത്രമേ നമുക്ക് റിജക്ഷനിലോട്ട് വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ ലോട്ടിനെ നമുക്ക് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലോട്ടിൽ റിജക്റ്റ് ആവുന്ന ലോട്ടാണ് നമുക്ക് ചില സമയത്ത് ലോ പ്രൈസിനൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സാധനങ്ങളുടെ സെയിം സാധനം പക്ഷേ ചെറിയ ഡിഫക്റ്റോട് കൂടി ഡിഫക്റ്റീവ് പീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഹോൾ ലോട്ട് റിജക്റ്റ് ആവും. ആ ഹോൾ ലോട്ട് റിജക്റ്റ് ആവുന്നത് തന്നെയാണ് ഇപ്പോൾ ഓഫ്ലൈൻ ഇൻസ്പെക്ഷനകത്ത് പറ്റുന്നൊരു കേസാണത്. അപ്പം ഏത് കേസിലാണ് നമ്മൾ ഈ ഓഫ്ലൈൻ ഇൻസ്പെക്ഷൻ നടത്തുന്നത്? ഓഫ്ലൈൻ ഇൻസ്പെക്ഷനകത്ത് ഒരു കേസ് ഇൻസ്പെക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ് വെച്ചിട്ടാണ്. അതായത് 100 എണ്ണത്തിനകത്ത് 10 എണ്ണം മാത്രമേ നമ്മൾ മാറ്റുന്നുള്ളൂ, 100% നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ സാമ്പിൾസ് എടുക്കണം അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിസൈഡ് ചെയ്യുന്നതാണ്. എനിവേ, ഈ ഓഫ്ലൈൻ ഇൻസ്പെക്ഷന് നമ്മൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എടുക്കുന്നത്? ഒന്ന്, പ്രോസസ്സ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇതിനകത്ത് വലിയ വേരിയേഷൻസ് ഒന്നും പ്രോസസ്സിനകത്ത് ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അങ്ങനത്തെ കേസിൽ നമുക്ക് ഈ പറഞ്ഞ ഓഫ്ലൈൻ ഇൻസ്പെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല, നമ്മളുടെ പ്രോസസ്സ് സിമ്പിൾ ആയിക്കോട്ടെ ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, പക്ഷേ പ്രോസസ്സിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടീഷൻസ്, അതാണ് പ്രോസസ്സിങ് കണ്ടീഷൻസ്. അത് വളരെ സ്റ്റേബിളാണ്. എന്നിട്ട് അതിനകത്തൊന്നും വലിയ ഡീവിയേഷൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെങ്കിൽ, ഇതാണ് രണ്ടാമത്തെ റീസൺ വൈ വി വിൽ ഗോ ഫോർ ഓഫ്ലൈൻ ഇൻസ്പെക്ഷൻ. മൂന്നാമത്തത് കോസ്റ്റാണ്. ഓക്കെ, അപ്പം കോസ്റ്റ് ഓഫ് ഇൻസ്പെക്ഷൻ ഈസ് വെരി ഹൈ. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എല്ലാ സ്റ്റേജിലും നമുക്ക് ഓരോ ഇൻസ്പെക്ഷൻ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചില കമ്പോണൻസിനെ മാത്രം ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അത് ആണ് നമുക്ക് ബേസിക്കലി ഓഫ്ലൈൻ ഇൻസ്പെക്ഷന് നമ്മൾ പോകാനുള്ള കാരണം. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്നെന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി മാനുഫാക്ചർ ആയിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസംബ്ലി ലൈനിനകത്ത് സപ്പോസ് ഒരു ദിവസം 1 lakh പീസസ് പുറത്തു വന്നെങ്കിൽ, ഓഫ്ലൈനിനകത്തു നിന്ന് അവസാനം അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് നമ്മൾ അറിയും 1 lakhനകത്തു നിന്ന് ഏകദേശം 5% റിജക്റ്റഡ് ലോട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ 5% ലോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം കളഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിനകത്തു നിന്നാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഡിറ്റക്ഷൻ നടത്തിയിരിക്കുന്നത്. അത് കാരണം ടൈം ഒരുപാട് വേസ്റ്റായി. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ഇതിനകത്തുനിന്ന് 10 പീസ് നമ്മൾ എടുക്കുക എന്ന് വിചാരിച്ചോ. 10 പീസ് എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം നല്ല 10 പീസായിരിക്കും ഇതിനകത്ത് കയറി വരുന്നത്. ശരിക്കും പൊട്ടയായിട്ടുള്ള പീസുകൾ, അതല്ലെങ്കിൽ വലിയ മാനുഫാക്ചറിങ് തെറ്റി വന്നിരിക്കുന്ന കുറേ പീസുകൾ ചിലപ്പോൾ ഈ ലോട്ടിനകത്തായിരിക്കും കിടക്കുന്നത്. നമുക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. So when sampling is used, additional disadvantage is that defective parts can pass around the sampling procedure. Okay, ഓൺലൈൻ ഇൻസ്പെക്ഷൻ അങ്ങനെയല്ല. ഓൺലൈൻ ഇൻസ്പെക്ഷനകത്ത്
വർക്ക് പാർട്ട് വരുന്നുണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് തന്നെ ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇൻസ്പെക്ഷൻ്റെ ഫീഡ്ബാക്ക് കാരണം വീണ്ടും മാനുഫാക്ചറിങ് പ്രോസസ്സിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഔട്ട്പുട്ട് യൂണിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ബ്രെഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. ബ്രെഡിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ മാവിനെ നമ്മൾ ഒരു അവനിൽ കയറ്റിയിട്ട് വിടുക എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ ടെമ്പറേച്ചർ സപ്പോസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ബ്രെഡിൻ്റെ കളറ് ഇത്തിരി ഡാർക്കിഷ് ആയി കഴിഞ്ഞാൽ ഇതിന് മനസ്സിലാവും ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ തന്നെ ഇൻഫർമേഷൻ പോവും ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പം അധികം ലോട്ട് റിജക്റ്റ് ആവുന്നതിന് മുമ്പേ തന്നെ ഇൻസ്പെക്ഷൻ ത്രൂ നമ്മളതിനെ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇൻലൈൻ പ്രോസസ്സ്. അതായത് അസംബ്ലി മാനുഫാക്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇൻസ്പെക്ഷൻ നടത്തി പ്രോസസ്സിനെ നമ്മൾ കറക്റ്റ് ആക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഓൺലൈൻ ഇൻസ്പെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മളിവിടെ ഓർക്കണം, ഓൺലൈൻ അല്ലെങ്കിൽ ഇൻലൈൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇടപാടാണ്. ഒരുപാട് കോസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആവും. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. റിജക്റ്റഡ് ലോട്ട്സ് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ്റെ കേസാണ്. ഓൺലൈനിനകത്ത് ഇൻ പ്രോസസ് ഇൻസ്പെക്ഷൻ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷനാണ്. ഓൺലൈൻ തന്നെ, പക്ഷേ പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ. അതിനകത്ത് എന്താണ്, വർക്ക് പാർട്ട് വരുന്നുണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അക്സെപ്റ്റബിൾ യൂണിറ്റ് ആണെങ്കിൽ മാറ്റിവെക്കുക, അല്ലാത്ത ഡിഫക്റ്റഡ് പീസസ് ആണെങ്കിൽ നമ്മളതിനെ വേറെ ആയിട്ട് മാറ്റിവെക്കും. അപ്പോൾ ഇതിനകത്തും നമുക്ക് റിജക്റ്റഡ് പീസസ് വരുന്നുണ്ട്. പക്ഷേ ഗുഡ് തിങ് ഈസ് ദാറ്റ് അക്സെപ്റ്റബിളിനകത്ത് മിസ്റ്റേക്സ് കാണാനുള്ള ചാൻസ് ശരിക്കും കുറവായിരിക്കും. രണ്ടാമത്തത്, ഇത് ഇൻലൈൻ പ്രോസസ്സ് ആയതുകൊണ്ട് ഇൻസ്പെക്ഷൻ നോക്കിയിട്ട് അപ്പം തന്നെ കറക്ഷൻ വീണ്ടും പ്രോസസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നേരത്തെ ഇൻ പ്രോസസ്സിനകത്ത് ഉള്ള ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ പല സ്റ്റേജസിനകത്ത് ഇൻസ്പെക്ഷൻ നടത്തി ചെയ്യുന്നുണ്ട്. അതാണ് അത് വളരെ എക്സ്പെൻസീവായിട്ട് വരുന്നത്. അതേസമയം നമുക്ക് പോസ്റ്റ് പ്രോസസ്സുള്ള കേസാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻസ്പെക്ഷൻ ആഫ്റ്റർ പ്രോസസ്സാണ് സ്റ്റിൽ നടക്കുന്നത്. അത് കാരണം ഒരുപാട് നമുക്ക് എക്സ്പെൻസീവായിട്ടുള്ളൊരു മെത്തേഡല്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഡിസഡ്വാൻറ്റേജ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിഫക്റ്റീവ് പീസ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഈ പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ അതിനെ ഇൻലൈൻ പ്രോസസ്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇൻലൈൻ പ്രോസസ്സിനകത്ത് ഒരുപാട് കോസ്റ്റ്ലിയാണ്, ഇവിടെ വലിയ കോസ്റ്റ്ലി അല്ല. അപ്പോൾ ഇതാണ് ജനറലി ഓട്ടോമേറ്റഡ് ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഒരു കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ CMM, ഷോർട്ട് ഫോമിൽ CMM എന്താണെന്നുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നമ്മൾ വളരെ നല്ലപോലെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു കോർഡിനേറ്റ് മെഷറിംഗ് മെഷീനെ പറ്റി നോക്കാം. കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് CMM. CMM-നെ ബേസ് ചെയ്തിട്ട്, കോർഡിനേറ്റ് മെഷറിംഗ് മെഷീനിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ഇതിനകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ശരിക്കും ഒരു CMM എന്താണ്? നമ്മളിവിടെ കാണുന്ന ഈ സ്ട്രക്ചറാണ് CMM. ബേസിക്കലി ഇത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഈ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടേബിളിനകത്ത് ഈ കണക്ട് ചെയ്തിരിക്കുന്ന പ്രോബ് ഹെഡും പ്രോബും ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ് മെട്രോളജി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെട്രോളജി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റിൻ്റെ സ്റ്റഡി. അപ്പോൾ കോർഡിനേറ്റ് മെട്രോളജി എന്ന് പറഞ്ഞാൽ മെഷറിങ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ബോഡി. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെയാണോ ഉള്ളത്? ഒന്നെന്ന് പറയുന്നത് പ്രോബ് ഹെഡ് ഉണ്ട്, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോബ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോബ്, ഇതാണ് പ്രോബ് ഹെഡ്, ഇതാണ് പ്രോബ് ഹെഡ്. ഓക്കെ, പിന്നെ ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് YZ ഡയറക്ഷൻസിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിനെ, ഈ പ്രോബ് ഹെഡിനെയും പ്രോബിനെയും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രക്ചറാണുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ട്രാൻസ്ഡ്യൂസറാണ്. അതായത് ഈ പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ആ ട്രാൻസ്ഡ്യൂസറാണ് ഈ റീഡിങ്സ് എല്ലാം എടുക്കുന്നതും കമ്പ്യൂട്ടറിലേക്ക്
വിടുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു CMMൻ്റെ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ്റെ ഒരു ജനറൽ മെക്കാനിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരു ഈ പറയുന്ന XYZ ആക്സിസിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സിസ്റ്റം വേണം അല്ലേ. അപ്പോൾ ആ ഡ്രൈവിംഗ് സിസ്റ്റവും ഇതിനകത്തുണ്ടാവും. പിന്നെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ടാവും. ഞാൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഒരു സിമ്പിൾ കൺസ്ട്രക്ഷനായിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ നോക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം അതിൻ്റെ പ്രോബാണ്. അപ്പോൾ പ്രോബ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രോബ് ഹെഡ്, അതിന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് പ്രോബ്. അപ്പോൾ ഇതാണ് പ്രോബ്. ആ പ്രോബിനകത്തൊരു സ്റ്റെം ഉണ്ടാവും, ഒരു ടിപ്പ് ഉണ്ടാവും. ഈ ടിപ്പാണ് മെഷർ ചെയ്യുന്നത്. ബേസിക്കലി അതൊരു റൂബി ബോൾ ആയിരിക്കും. ആ റൂബി ബോൾ ബേസിക്കലി സെലക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ ഹാർഡ്നെസ്സും അതിൻ്റെ വിയർ റെസിസ്റ്റൻസും പിന്നെ ലോ ഡെൻസിറ്റി. ഇപ്പോൾ ലോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കുറവായത് കാരണം ഇനർഷ്യ മിനിമം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു റൂബി ബോളാണ് ബേസിക്കലി ഇതിൻ്റെ പ്രോബായിട്ട് പറയുക. അപ്പോൾ ഈ പ്രോബ് ഒരു ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിൽ ചെറിയൊരു മൂവ്മെൻറ്റ് ഈ ബോളിലുണ്ടാവും. അത് നേരെ കൺവേ ചെയ്യുന്നത് പ്രോബ് ഹെഡിൽ ഇരിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസറുടെ അടുത്താണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന മാതിരി ഒരു സിംഗിൾ ടിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ 3 ഡയറക്ഷൻസിൽ അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ മൾട്ടിപ്പിൾ ടിപ്സായിട്ട് വെച്ചിട്ടുള്ള പ്രോബുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ പ്രോബിനകത്ത് നമ്മൾക്ക് ബേസിക്കലി ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രോബ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ട്രാൻസ്ഡ്യൂസർ ഓപ്പറേറ്റ് ആയിട്ടാണ് സിഗ്നൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ്? ഒന്നെന്ന് പറയുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്വിച്ചാണ്. അതായത് ചെറിയൊരു വൈബ്രേഷൻ പോലെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സ്വിച്ച് അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് തരുന്നത്. ഓക്കെ. രണ്ടാമത്തത് ഒരു കോൺടാക്ട് സ്വിച്ച്, അതായത് ഇലക്ട്രിസിറ്റി ഡയറക്റ്റ്ലി ഉള്ളത്. അതായത് ഈ വരുന്ന ബോഡി ഒരു ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് ബോഡി ആണെങ്കിൽ, ഒരു മെറ്റാലിക് ബോഡി ആണെങ്കിൽ, ആ മെറ്റാലിക് ബോഡിയും പ്രോബും തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഫ്ലോ ചെയ്യുന്ന കറൻറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അപ്പം ചെറുതായിട്ടാണ് തൊട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. കുറച്ച് ഹാർഡായിട്ടാണ് തൊടുന്നതെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാവും. സ്റ്റെം ബെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിൽ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ഡാറ്റ എടുക്കുന്നത്, അതാണ് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ അതിനകത്തിരിക്കുന്നത്. മൂന്നാമത്തത് പീസോ ഇലക്ട്രിക്കാണ്. പീസോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി അറിയാം പ്രഷർ കാരണം ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഇലക്ട്രിക് വോൾട്ടേജ്, ഇതിൻ്റെ അപ്രോസ് ഉള്ള ഇലക്ട്രിക് വോൾട്ടേജ് മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ട്രാൻസ്ഡ്യൂസർ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ് ഹെഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രോബ് ബോഡിയുടെ മേളിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മൂവ്മെൻറ്റ് കാരണം നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് സിഗ്നൽസിൽ നിന്ന് നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ് മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. 3 ആക്സിസിലും XYZ ആക്സിസിലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില കേസസിൽ മെക്കാനിക്കൽ പ്രോബ്സും യൂസ് ചെയ്യാറുണ്ട്. ചില കേസിൽ ഇപ്പം പുതിയ കേസസിലൊക്കെ ലേസേഴ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പ്രോബിൻ്റെ സ്ഥാനത്ത്. ഓക്കെ. ഇനി മെക്കാനിക്കൽ സ്ട്രക്ചർ നമ്മൾ അതിൻ്റെ നോക്കുവാണെങ്കിൽ, ആ ബെഞ്ചിൻ്റെ മെക്കാനിക്കൽ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ, ആ മെക്കാനിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബെഞ്ചസ് വരാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബെഞ്ചിൻ്റെ കേസാണ്. ഇപ്പോൾ ഈ ബെഞ്ച് ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് XYZ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന മെക്കാനിക്കൽ സ്ട്രക്ചർ നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവാം. അതിൻ്റെ ബേസിസിൽ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഈ കാൻറ്റിലിവർ ടൈപ്പ് മോഡലാണ്. ഒന്നെന്ന് പറയുന്നത് മൂവിങ് ബ്രിഡ്ജ്, ഒരെണ്ണം ഫിക്സ്ഡ് ബ്രിഡ്ജ്, ഹൊറിസോണ്ടൽ ആം, ഗാൻട്രി, കോളം. അപ്പോൾ ഈ ഓരോന്നും നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഷുവർ ഷോട്ടായിട്ട് എക്സാമിനേഷന് വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. അത് കാരണം ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ ആദ്യത്തേത് കാൻറ്റിലിവർ മോഡലാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് കാൻറ്റിലിവർ മോഡൽ നോക്കാം. കാൻറ്റിലിവർ മോഡൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് മാതിരി നമുക്കൊരു X ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ആം, ഈ ഹൊറിസോണ്ടൽ ആമിൽ കണക്റ്റ് ആയിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ക്വിൽ. അതിനെ നമ്മൾ ക്വിൽ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ക്വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ പേനയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൂവൽ പേന പോലെ
തൂവൽ പേന പോലത്തെ അതിനെയാണ് നമ്മൾ ക്വില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ക്വില്ലെന്ന് പറയുന്നത്, ഈ പ്രോബിനെ നമ്മൾ ക്വില്ലെന്ന് വിളിക്കുന്നു. അപ്പം ക്വിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ആം ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ആം എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു റെയിലിങ്ങിൻ്റെ മേളിലാണ്. നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്കറിയാം ചെറിയൊരു ഫിഷിംഗ് റോഡ് മാതിരിയാണ് അല്ലേ. ഇതിനെ ഒരു കാന്റിലിവർ മോഡൽ എന്നാണ് ഇതിനെ ബേസിക്കലി വിളിക്കുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ടേബിളിൽ നിങ്ങൾക്ക് കാണാം സ്പേസ് ഒരുപാടുണ്ട്. അത് കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം വർക്ക് ടേബിൾ, ഈ പറയുന്ന വർക്ക് സ്പേസ് ഭയങ്കര ആക്സസിബിൾ ആണ്. അതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. പിന്നെ ഈ ആക്സസിബിൾ ആയത് കാരണം തന്നെ ഇതിനകത്ത് ഓരോ പ്രോഡക്റ്റ് കയറ്റുന്നതും ഇറക്കുന്നതും വളരെ ഫാസ്റ്റായിട്ട് പറ്റും. അപ്പം ഹൈ ത്രൂപുട്ടാണ്, അതായത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് മെറ്റീരിയൽ അകത്ത് കയറ്റുകയും പുറത്തിറക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് എ ഹൈ ത്രൂപുട്ട്. രണ്ടാമത്തത് ഇതിൻ്റെ കപ്പാസിറ്റി ഫോർ മെഷറിങ് ലാർജ് വർക്ക് പാർട്സ്. എന്തുകൊണ്ടാണ് ലാർജ് വർക്ക് പാർട്സ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വേറെ മെഷീനറി, ഇപ്പോൾ ഈ പറയുന്ന XYZ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മെഷീനറി ഒന്നും ഇല്ലാത്തത് കാരണം, ഏരിയ ഒരുപാടുള്ളത് കാരണം നമുക്ക് ലാർജ് വർക്ക് പാർട്സ് നമുക്ക് ഇതിനകത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തത് ഇത് മൊത്തം വെക്കാൻ വേണ്ടിയിട്ട് ഫ്ലോർ സ്പേസിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കുറവാണ്. മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ കാന്റിലിവർ മോഡൽ ആയതുകൊണ്ട് വൈബ്രേഷൻസിന് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോബ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രോബാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു കാന്റിലിവർ പോലെ ഇങ്ങനെ കിടക്കുന്നത് കാരണം ഇതിൻ്റെ വൈബ്രേഷൻസ് കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാണ് ലോ റിജിഡിറ്റി നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മൂവിംഗ് ബ്രിഡ്ജ് മോഡലാണ്. മൂവിംഗ് ബ്രിഡ്ജ് മോഡലിന് ഇതിനെ മൂവിംഗ് ബ്രിഡ്ജ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് 2 റെയിലിംഗ് ആണ് നമുക്കുള്ളത്. ആ 2 റെയിലിങ്ങിലാണ് നമുക്ക് ഈ പറയുന്ന ക്വിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ആമിന് ഇപ്പം ഹൊറിസോണ്ടൽ ആമിന് 2 റെയിലിങ്സ് ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ മെയിൻലി കാന്റിലിവറിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണ്? കാന്റിലിവറിൽ നിന്നുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൊരു ബ്രിഡ്ജും കൂടി വന്നത് കാരണം ഇതൊരു മൂവിങ് ബ്രിഡ്ജായി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൂവിങ് ബ്രിഡ്ജ് മോഡൽ നമ്മുടെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, ഒരു ഷിപ്പ് യാർഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഈ പറയുന്നത് ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യുന്നതും, ക്രെയിൻ ഇങ്ങോട്ടും അങ്ങോട്ടും മൂവ് ചെയ്യുന്നതും, ബൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിവേ, അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞ ആ വൈബ്രേഷൻസ് ഇവിടെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, കാരണം ഇതിനകത്ത് റിജിഡിറ്റി കൂടി, കാരണം ഇതിനകത്ത് ഇപ്പുറത്തെ വശത്തും ഒരു ബ്രിഡ്ജ്. പക്ഷെ അത് കാരണം ഉണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഡിസഡ്വാൻറ്റേജ് ഒരെണ്ണം, ഇതിൻ്റെ സ്പേസ് കുറഞ്ഞു, ദാറ്റ് ഈസ് ദെയർ. രണ്ടാമത്തെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനെയും ഒരേപോലെ ഓടിക്കണം. ഈ രണ്ട് ബ്രിഡ്ജസിനെ ഓടിക്കുന്ന ഈ 2 പോയിന്റിലും നല്ലപോലെ ഒരേ സ്പീഡിൽ ഓടിച്ചില്ലെങ്കിൽ, ഡിഫറെൻറ്റ് സ്പീഡിൽ ഓടിച്ചെങ്കിൽ അതിലൊരു യോയിങ് സംഭവിക്കും. അതായത് ഇത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ട്വിസ്റ്റിംഗ് ഓഫ് ദ ബ്രിഡ്ജ് കാരണം ഉണ്ടാവുന്ന ഒരു യോയിങ് ആണ് ഇതിനകത്ത് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരിക. കാരണം അത് മെഷർമെൻറ്റിനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഡുവൽ ഡ്രൈവ്സ് അവോയ്ഡ് ചെയ്യാം. പിന്നെ പൊസിഷൻ ഫീഡ്ബാക്ക്, അതായത് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഫീഡ്ബാക്ക് കൊടുത്ത് ഡ്രൈവിംഗ് സിസ്റ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ സ്പീഡിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. എനിവേ, മൂവിംഗ് ബ്രിഡ്ജ് മോഡൽ എന്ന് പറയുന്നത് ഒരുപാട് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. അടുത്തെന്ന് പറയുന്നത് ഫിക്സ് ബ്രിഡ്ജ് മോഡലാണ്. ഫിക്സ് ബ്രിഡ്ജ് മോഡലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ബേസിക്കലി വർക്ക് ടേബിളാണ് മൂവ് ചെയ്യുന്നത്. വർക്ക് ടേബിൾ മൂവ് ചെയ്യും, ക്വില്ലും മൂവ് ചെയ്യും. Z ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വില്ല് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. Y ഡയറക്ഷനിൽ ഇതിനെ ഹൊറിസോണ്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. X ഡയറക്ഷനിൽ മാത്രം ഇതിനെ മൂവ് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. പകരം ടേബിളിനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തായി? ആ മൂവിങ് ബ്രിഡ്ജിൻ്റെ കേസിന് ഫിക്സ് ബ്രിഡ്ജിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ യോയിങ് അതിനകത്ത് ഉണ്ടാവത്തില്ല. അത് പോസിബിലിറ്റി ഓഫ് യോയിങ് എലിമിനേറ്റ് ആവും. ഓക്കെ, അത് കാരണം റിജിഡിറ്റിയും ആക്യുറസിയും നമ്മുടെ ബെറ്റർ ആവും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏരിയ കാണാം. വർക്ക് ടേബിളിൻ്റെ ഏരിയ ഒരുപാട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും ഇതിൻ്റെ മേളിൽ വെക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ വെക്കണമെങ്കിൽ ഇത് മൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
നേരത്തെ ബ്രിഡ്ജ് മൂവ് ചെയ്താൽ മതിയായിരുന്നു. ബ്രിഡ്ജിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വെയിറ്റ് ആണ്. പക്ഷേ ഇവിടെ ഈ ടേബിളിൻ്റെ മേളിൽ നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഒരുപാട് ഹൈ ആണ്. അപ്പോൾ അത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്യുറസിയിൽ വൈബ്രേഷൻ ഇല്ലാതെ മൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ഏരിയ കുറവാണ്. അപ്പോൾ ഇതാണ് ഫിക്സ്ഡ് ബ്രിഡ്ജിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അടുത്തത് നമ്മുടെ ഹൊറിസോണ്ടൽ ആം മോഡലാണ്. ഹൊറിസോണ്ടൽ ആം മോഡലിനകത്ത് ബേസിക്കലി എക്സ് ഡയറക്ഷനിൽ ഇതിനെ മൂവ് ചെയ്യും. കണ്ടാൽ കുറച്ചൊക്കെ കാൻറ്റിലിവർ മാതിരി ഇരിക്കും. പക്ഷേ കാൻറ്റിലിവർ പോലെ അല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കാൻറ്റിലിവറിൽ ക്വില്ല് Z ഡയറക്ഷനിലായിരുന്നു. ഇവിടെ Z ഡയറക്ഷനിൽ മോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ചെയ്യുന്നത്. പിന്നെ Y ഡയറക്ഷനിലാണ് ബേസിക്കലി നമുക്ക് മോഷൻ ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും കാൻറ്റിലിവറിൽ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ ഇതിനകത്ത് കുറേയൊക്കെ കുറഞ്ഞിരിക്കും. കാരണം കാൻറ്റിലിവറിനകത്ത് ക്വില്ലിൻ്റെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്വില്ലിൻ്റെ ഒരറ്റത്തേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പ്രഷറാണ് ഡ്രൈവ് സിസ്റ്റത്തിന് വരുന്നത്. പക്ഷേ ഇവിടെ Z ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വ്യത്യാസം വരത്തില്ല. കാരണം ഇത് മേലോട്ടും താഴോട്ടും മൂവ് ചെയ്താൽ വെയിറ്റിൽ വ്യത്യാസം വരുന്നില്ല. ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കാൻറ്റിലിവർ മോഡലിൽ കണ്ടോ, ഈ പറയുന്ന നമ്മുടെ ക്വില്ല് ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെയിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് അതില്ല. കാരണം ഇവിടെ ഒരു ക്വില്ലില്ല. ക്വില്ല് നേരെ Y ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ക്വില്ലാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഡിസൈനാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് മൂവിങ് റാം ഡിസൈൻ, മറ്റൊന്ന് മൂവിങ് ടേബിൾ ഡിസൈൻ. മൂവിങ് റാം ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഹോൾ സെറ്റപ്പിനെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു. മൂവിങ് ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടേബിൾ ഇതിനെ മൂവ് ചെയ്യുന്നു. നമ്മുടെ നേരത്തെ ഫിക്സ്ഡ് ബ്രിഡ്ജിൽ കണ്ട മാതിരി ഈ ടേബിളിനെ നമ്മൾ മൂവ് ചെയ്യുന്നു. ഈ റാം അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെറിയൊരു കാൻറ്റിലിവറിൻ്റെ ഇഷ്യൂ ഒക്കെ ഇതിനകത്തുണ്ട്, റിജിഡിറ്റിയുടെയും. ഓക്കെ, അപ്പം ആക്യുറസിയിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വർക്ക് സ്പേസ് നോക്കിക്കുക, വർക്ക് ഏരിയ അല്ലെങ്കിൽ വർക്ക് ടേബിൾ റിലേറ്റീവ്ലി ഒരുപാട് ഫ്രീ ആണ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഗാൻട്രി ഡിസൈനും കോളമുമാണ്. അപ്പോൾ ഗാൻട്രി ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ നേരത്തെ നമ്മൾ ബ്രിഡ്ജ് മൂവ് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ ഈ ഗാൻട്രി ഡിസൈനിൽ ബ്രിഡ്ജ് മേളിലാണ് വെച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ റെയിലിങ്സ് മേളിലാണ്. അതിൽ മൂവ് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഈ ഹൊറിസോണ്ടൽ പാർട്ടും Y ഡയറക്ഷനിൽ ക്വില്ലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിമിലർലി ഈ Z ഡയറക്ഷനിൽ ഈ ക്വില്ലിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗാൻട്രി ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തത് കോളം ഡിസൈൻ. കോളം ഡിസൈൻ എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പോൾ കണ്ട മാതിരി വർക്ക് ടേബിളിനെ രണ്ട് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വർക്ക് ടേബിളിനെ അങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ Y ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതേസമയം Z ഡയറക്ഷനിൽ റിജിഡായിട്ട് Z ഡയറക്ഷനിൽ ആ കൂടെ ക്വില്ലിനെ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിന് റിജിഡിറ്റി ഉണ്ട്. പക്ഷേ ഈ എക്സ് ആൻഡ് Y ഡയറക്ഷനിൽ ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ഡ്രൈവ് പവർ വേണം. പിന്നെ അതിൻ്റെ വൈബ്രേഷൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് CMM. കമ്പ്യൂട്ടറൈസ്ഡ് CMM രണ്ട് വേയിൽ നമുക്ക് ഈ പ്രോബിനെ നമുക്ക് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ മാനുവൽ ഓപ്പറേഷനാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്പ്യൂട്ടർ കൺട്രോളാണ്. ഇത് രണ്ടിൻ്റെ മിക്സും വരാം. ഫോർ എക്സാമ്പിൾ 4 മെത്തേഡ്സ് ആണ് നമുക്ക് 4 കാറ്റഗറീസിൽ നമുക്ക് അതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും ഫോർ ദ മെത്തേഡ് ഫോർ ഓപ്പറേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് CMM. ഒന്നെന്ന് പറയുന്നത് മാനുവൽ ഡ്രൈവ്. രണ്ടാമത്തെന്ന് പറയുന്നത് മാനുവൽ ഡ്രൈവ് ആയിരിക്കും, പക്ഷേ കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ അക്യുമുലേഷൻ എല്ലാം പറ്റും. ഡാറ്റ അക്വയറിങ്, ഡാറ്റ അക്യുമുലേഷൻ, ഡാറ്റ പ്രോസസ്സിങ് എല്ലാം കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മോട്ടോർ ഡ്രൈവ് ആണ്, അതായത് ഇലക്ട്രിക് ഡ്രൈവ് ആണ്. നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക, ഇലക്ട്രിക് ഡ്രൈവായിട്ട് നടക്കും. ആൻഡ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ പ്രോസസ്സിങ് മോഡലാണ്. അതേസമയം നാലാമത്തെന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്നതും ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ഡാറ്റ അക്വയർ ചെയ്യുന്നത് എല്ലാം ടോട്ടലി കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതാണ് ഡയറക്റ്റ് കമ്പ്യൂട്ടർ കൺട്രോൾ. അപ്പോൾ ഈ 4 കാറ്റഗറിയിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് CMM കൺട്രോളാണ് നമ്മൾ പൊതുവെ ഇൻഡസ്ട്രിയിൽ കാണുന്നത്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനുവൽ ഡ്രൈവ്. അതിനകത്ത് ഹ്യൂമൻ ഓപ്പറേറ്റർ ഫിസിക്കലി അതിനെ മൂവ് ചെയ്യും പ്രോബിനെ.
പാർട്ടിൻ്റെ മേളിൽ, എന്നിട്ട് കാണുന്ന മെഷർമെൻറ്റ് തന്നെത്താനെ റെക്കോർഡ് ചെയ്ത് ഒരു ബുക്കിനകത്ത് എഴുതി വെക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ഒരു കമ്പ്യൂട്ടറിനകത്ത് സ്വന്തമായിട്ട് എൻറ്റർ ചെയ്യും, ടൈപ്പ് ചെയ്തിട്ട് ഡിജിറ്റൽ റീഡ് ഔട്ട് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷൻസ് എല്ലാം കൂടി ഓപ്പറേറ്റർ പിന്നെ ഇരുന്ന് ചെയ്യും. അതാണ് മാനുവൽ ഡ്രൈവ്. മാനുവൽ ഡ്രൈവ് വിത്ത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡ്രൈവ് മാനുവൽ ആയിരിക്കും. അതായത് ഒരു ഓപ്പറേറ്റർ ഇരുന്നിട്ടായിരിക്കും ഈ പറയുന്ന CMM-നെ മൂവ് ചെയ്യുന്നത്. XYZ എന്ന് പറയുന്ന ഈ ടേബിളിലുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത് മാനുവലി ഒരു ഓപ്പറേറ്റർ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഡാറ്റ എടുക്കുന്നതും അതിനെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാം ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, CMM വിത്ത് മോട്ടർ ഡ്രിവൺ CMM വിത്ത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പം മോട്ടർ ഡ്രിവൺ CMM ആണ്. മോട്ടർ ഡ്രിവൺ CMM എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നേരത്തെ ഒരു ഓപ്പറേറ്റർ ആയിരുന്നു മൂവ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഓപ്പറേറ്റർ ഒരു മോട്ടർ യൂസ് ചെയ്തിട്ട്, അതായത് സ്വിച്ച് ഓൺ ചെയ്യും ഡ്രൈവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായിരിക്കും ആ മെഷീൻ ആക്സസിനെ എല്ലാം മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ജോയ്സ്റ്റിക്ക് വെച്ചിട്ടോ ഒരു മൗസ് വെച്ചിട്ടോ ആയിരിക്കും അതിനെ നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, അതേസമയം ഡാറ്റ കളക്ട് ചെയ്യുന്നത് സെയിം ഈ പറയുന്ന കമ്പ്യൂട്ടറിലൂടെ ഡയറക്റ്റ്ലി ഡാറ്റ എടുത്ത് ഡാറ്റ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ്ലി സ്വന്തമായിട്ട് ചെയ്യും. അതേസമയം ലാസ്റ്റ് CMM വിത്ത് DCC ഓർ CMM വിത്ത് ഡയറക്റ്റ് കമ്പ്യൂട്ടർ കൺട്രോളിനകത്ത് അത് മോട്ടറൈസ്ഡ് ആണ്. അതിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പ്യൂട്ടർ വെച്ചിട്ട്, ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനെ കറക്റ്റ് സമയത്ത് മൂവ് ചെയ്യിപ്പിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഇനി ഈ DCC പ്രോഗ്രാമിങ്ങിനകത്ത് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മാനുവൽ ലീഡ് ത്രൂ മെത്തേഡ്. ഓക്കെ, മാനുവൽ ലീഡ് ത്രൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ആദ്യം ഈ പ്രോബിനെ കൈയോടെ പിടിച്ച് സ്മൂത്തായിട്ടുള്ള XYZ മോഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെഷീനായിരിക്കും. അപ്പോൾ അതിനെ കൈ പിടിച്ചിട്ട് ആ പ്രോബ് എവിടെയൊക്കെ പോകണം, ഏതൊക്കെ പോയിന്റിൽ അത് മെഷർമെൻറ്റ് എടുക്കണമെന്നുള്ളത് ജസ്റ്റ് കൈ പിടിച്ചിട്ട് അതിനെ മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെൻ്റ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. ഓക്കെ, ഈ കമ്പ്യൂട്ടർ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ കൺട്രോൾ മെമ്മറിയിൽ അതിനെ സ്റ്റോർ ചെയ്യും. അതിനെ സ്റ്റോർ ചെയ്തതിന് ശേഷം പ്ലേ ബാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന CMM തന്നെത്താനെ ഈ പോയ പോയിൻറ്റ്സിലെല്ലാം വീണ്ടും പോയി മെഷർമെൻ്റ് എടുക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അതിനെ ഒന്ന് ലീഡ് ത്രൂ ചെയ്ത് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, മാനുവൽ ലീഡ് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് പിന്നെ റീഡിങ് എടുത്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമർ ഇവിടെ ആവശ്യമില്ല. സ്വന്തമായിട്ട് ഒരു ഓപ്പറേറ്ററിന് സ്വന്തമായിട്ട് ഇരുന്നിട്ട് എന്തൊക്കെ മെഷർമെൻറ്റ് നടത്തണമെന്നുള്ളത് കൈ പിടിച്ചതിനെ ചെയ്താൽ മതി. പ്രോഗ്രാമിങ്ങിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആവശ്യം വരുന്നില്ല. രണ്ടാമത്തത് ഓഫ്ലൈൻ പ്രോഗ്രാമിംഗ് ആണ്. ഓഫ്ലൈൻ പ്രോഗ്രാമിങ്ങിൽ മെയിൻലി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു CAD മോഡൽ ഉണ്ടാവും. ആ CAD മോഡലിൻ്റെ പാർട്ട് ബേസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എഴുതും. ആ പ്രോഗ്രാമിനകത്ത് കറക്റ്റായിട്ട് എവിടെയൊക്കെ പോയിന്റിൽ പോയി എടുക്കണമെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അങ്ങനെ മോഷൻ കമാൻഡ്സും മെഷർമെൻറ്റ് കമാൻഡ്സും ഫോർമാറ്റിംഗ് കമാൻഡ്സും എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തെടുത്തതിന് ശേഷം അതിനെ ഒരിക്കൽ CMM-ൽ ലോഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ പിന്നെ എത്ര പ്രൊഡക്റ്റ് വന്നാലും ആ സെയിം കമാൻഡ്സ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അത് മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിങ്ങിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. മാനുവലിനകത്ത് അത് പറ്റത്തില്ല. കാരണം മാനുവലിനകത്ത് ആ സീക്വൻസ് ഫുൾ മാറ്റേണ്ടി വരും. അങ്ങനെ വീണ്ടും അതിനെ പഠിപ്പിക്കേണ്ടി വരും. മാനുവലി ഒരു ഓപ്പറേറ്റർ അതിനെ വീണ്ടും പഠിപ്പിക്കേണ്ടി വരും എന്തെങ്കിലും സീക്വൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ. അതേസമയം ഓഫ്ലൈൻ പ്രോഗ്രാമിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി. അത് ഓട്ടോമാറ്റിക്കലി അത് ഇൻകോർപ്പറേറ്റ് ചെയ്തോളും. അപ്പോൾ ടൈമിൻ്റെ വലിയ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ് മാനുവലിനെ സംബന്ധിച്ച്? മാനുവലിനകത്തൊരു പ്രോഗ്രാമറുടെ വലിയൊരു ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രോഗ്രാമറുടെ ആവശ്യം നല്ലപോലെ നമുക്ക് വരും. അപ്പം നമ്മൾ എവിടെയാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് CMM നമ്മൾ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് CMM വരുന്നതിന് മുമ്പേ മാനുവൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു CMM ആയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് CMM കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, അതാണ് നമ്മളിവിടെ ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഒരുപാട് മാനുവൽ ഇൻസ്പെക്ഷൻസ് ഓപ്പറേഷൻസ് നടത്താനുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പം ഇൻസ്പെക്ഷൻ ലേബർ കോസ്റ്റ് ഒരുപാട് കൂടും, ഒരുപാട് സമയമെടുക്കും ഒരു പാർട്ടിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കും, ലേബർ കോസ്റ്റ് കുറയും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് CMM കൊണ്ടുവരാം. രണ്ടാമത്തത് പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ ആണ് നടത്തുക. പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ ഞാൻ നേരത്തെ പഠിപ്പിച്ചത് മാതിരി
ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതാണ് പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ. അപ്പോൾ പോസ്റ്റ് പ്രോസസ് ഇൻസ്പെക്ഷൻ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് CMMൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തത് ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ഒരുപാട് പോയിന്റിൽ നമുക്ക് ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാനുവൽ ഓപ്പറേറ്ററിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ എണ്ണം ഒരു ദിവസം കുറയും. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും ജോമെട്രിക് ഫീച്ചേഴ്സ് മൾട്ടിപ്പിൾ കോൺടാക്ട് പോയിന്റിലുള്ളതാണെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടറൈസ്ഡ് CMM വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് ഒരു വളരെ കോംപ്ലക്സ് പാർട്ട്, ഒരു ജോമെട്രി വളരെ കോംപ്ലക്സ് പാർട്ടായിട്ടുള്ളൊരു ജോമെട്രി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ഈ പറയുന്നത് പോലെ CMM വളരെ കുറഞ്ഞ ടൈം കൊണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ജോമെട്രിക് പാർട്ട് ഈസ് വെരി വെരി കോംപ്ലക്സ്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പാർട്ടിൻ്റെ ജോമെട്രി. ഓക്കെ, നെക്സ്റ്റ് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പാർട്സ് ആണ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്തും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാനുവൽ ഓപ്പറേറ്റർ ഒരു സാധനം തന്നെ അതിനെ ആൾക്കൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അയാളത് ഫാസ്റ്റായിട്ട് ചെയ്യും. പക്ഷേ പല ഡിഫറെൻറ്റ് പാർട്സ് ആണെങ്കിൽ അയാളുടെ ത്രൂപുട്ട് കുറയും. അപ്പം അത് കാരണം ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള പാർട്ടുകൾ ഉണ്ടെങ്കിലും ഈ പറയുന്നത് DCC CMM പ്രോഗ്രാമബിൾ ആയിട്ടുള്ളൊരു DCC CMM ഇസ് ഗുഡ്. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ഓർഡേഴ്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് കമ്പ്യൂട്ടറൈസ്ഡ് CMM. അപ്പം അഡ്വാൻറ്റേജസ് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ്റെ ടൈം ഒരുപാട് കുറഞ്ഞു കിട്ടും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് CMM യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഫ്ലെക്സിബിലിറ്റി, അതായത് ഏത് ടൈപ്പ് ഓഫ് പാർട്ട് വന്നാലും, ഏത് വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പാർട്ട് വന്നാലും ഒരു CMM യൂസ് ചെയ്തിട്ട്, കമ്പ്യൂട്ടറൈസ്ഡ് CMM യൂസ് ചെയ്തിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഫ്ലെക്സിബിലിറ്റി ഒരുപാടുണ്ട്. മൂന്നാമത്തത് ഓപ്പറേറ്റർ കാരണം ഉണ്ടാകുന്ന എററുണ്ട്. ഇപ്പോൾ ഓപ്പറേറ്റർ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിനെ മൂവ് ചെയ്തില്ല, അത് കാരണം ഉണ്ടാകുന്ന എററുണ്ട്. ആ ഓപ്പറേറ്റർ എറർ നമുക്ക് കുറഞ്ഞു കിട്ടും. അടുത്തതെന്ന് പറയുന്നത് ആക്യുറസിയും പ്രസിഷനും ബെറ്റർ ആവും. ഇപ്പോൾ എററും ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല. എറർ എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള റീഡിംഗ് ആണ്. ഈ പറയുന്ന ആക്യുറസി ആൻഡ് പ്രസിഷൻ എന്ന് പറയുന്നത് റീഡിംഗ് തെറ്റിപ്പോയെന്നല്ല, ഈ റീഡിംഗ് ലെസ് ആക്യുറേറ്റ് ആയി അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഷൻ കുറഞ്ഞു പോകുന്ന ഒരു കേസാണ് നമുക്ക് മാനുവലിലാണെങ്കിൽ. അതായത് സപ്പോസ് ഒറിജിനൽ റീഡിംഗ് 3.1546 ആണെങ്കിൽ ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ 3.154 ആയിരിക്കും മോസ്റ്റ്ലി എഴുതുക. പക്ഷേ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഈ പറഞ്ഞ 3.1546 എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 നമ്പർ അത് കഴിഞ്ഞിട്ടും റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ പ്രസിഷൻ കൂടും. ഓക്കെ, മാനുവൽ ഓപ്പറേറ്റർ ഇതിൻ്റെ മേലത്തെ വാല്യൂസ് എഴുതാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് കാര്യമില്ല. കാരണം അയാളുടെ മൂവ്മെൻറ്റ് കാരണം തന്നെ ചെറിയ വൈബ്രേഷൻസും അതിൻ്റെ വ്യത്യാസങ്ങളും എല്ലാം അതിനകത്ത് ഉണ്ടാവുന്നുണ്ടാവും. പിന്നെ ഒരുപാട് മൾട്ടിപ്പിൾ സെറ്റപ്സ് ആണ് ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുവാണെങ്കിൽ അയാൾ ഒരുപാട് ട്രഡീഷണലായിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ സ്റ്റെപ്സിലാണ് അത് ചെയ്യേണ്ടത്. ഇതിനകത്ത് എല്ലാം ഒറ്റ സ്മൂത്ത് ആയിട്ടുള്ള ഒരൊറ്റ മൂവ്മെൻറ്റിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളൊരു CMM ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് CMMൽ നമ്മൾ പഠിക്കുന്നത്. ഈ CMMൻ്റെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഷുവർ ഷോട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ CMMനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കും. അത് ഈ പറയുന്ന ടോപ്പിക്സിൽ ഏതെങ്കിലും ആയിരിക്കും. നിങ്ങളിത് ഷുവറായിട്ട് നോക്കിയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഓൺലൈൻ ഇൻസ്പെക്ഷൻ മെത്തേഡ്സിലോട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻസ്പെക്ഷന് നമ്മൾ ഒപ്റ്റിക്കൽ സെൻസിങ് ടെക്നിക്സ് ചിലതൊക്കെ യൂസ് ചെയ്യാറുണ്ട് മെഷർമെൻറ്റിന് ഇൻസ്പെക്ഷനും. അതിനകത്ത് യൂസ് ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ കമ്പാരിറ്ററാണ്. ഒപ്റ്റിക്കൽ കമ്പാരിറ്റർ എന്താണെന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഷാഡോ സപ്പോസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഷാഡോ ഒരു ടേബിളിൻ്റെ മേളിൽ അവർ ജസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഒറിജിനൽ ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് ഇതിൻ്റെ മേളിൽ ജസ്റ്റ് പ്ലേസ് ചെയ്യും, ഈ ഷാഡോയുടെ മേളിൽ. അപ്പോൾ ഷാഡോയുടെ മേളിൽ അത്യാവശ്യം കറക്റ്റായിട്ട് ഷാഡോനെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നതെങ്കിൽ ഇത് ഇൻസ്പെക്ഷനിൽ പാസ്സായി. അങ്ങനെ ഇതിനെ നമ്മൾ ഓക്കെ ആക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു ഓപ്പറേറ്ററുടെ മുമ്പിൽ ഒരു വലിയ ലാർജ് സ്ക്രീനുണ്ട്. ഒബ്ജക്റ്റിനെ എക്സ് വൈ ഡയറക്ഷനിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
എന്നിട്ട് അതിനകത്ത് ഈ പറയുന്നത് പോലെ കമ്പാരിറ്ററുടെ മുമ്പിൽ ഈ ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന എവിടെയാണ്, ഇത് കമ്പ്യൂട്ടറിൻ്റെ കൂടെ ഇതിന് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ഈ കോണ്ടൂർ പ്രൊജക്ടേഴ്സ് അല്ലെങ്കിൽ ഷാഡോഗ്രാഫ്സ് എന്ന് തന്നെ നമ്മൾ പറയും. അത് കുറച്ചും കൂടി ആക്യുറേറ്റ്ലി ആൻഡ് ക്വിക്ക്ലി ആണ് അത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സെയിം സാധനം തന്നെയാണ്, പക്ഷേ അതിനകത്ത് ഈ എഡ്ജ് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബേസിക്കലി ഡയറക്റ്റ്ലി ഇതിൻ്റെ മേളിൽ ഒബ്ജക്റ്റിൻ്റെ മേളിൽ അടിക്കും. അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് വരും ഷാഡോയുടെ. ആ ഷാഡോയുടെ ഫോട്ടോഗ്രാഫ് ഡയറക്റ്റ്ലി സോഫ്റ്റ്വെയർ വെച്ച് അനലൈസ് ചെയ്തിട്ട് ചെയ്യും. അത് താൻ ഇതിൻ്റെ മേളിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അതിൻ്റെ ഷാഡോയുടെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഡയറക്റ്റ്ലി അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെയാണ് ഷാഡോഗ്രാഫ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോണ്ടൂർ പ്രൊജക്ടേഴ്സ് എന്ന് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് CMMൻ്റെ പകരം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. CMM ജനറലി ഈ പോയിൻറ്റ്സിൻ്റെ എല്ലാം കോർഡിനേറ്റും അതിൻ്റെ വാല്യൂ എല്ലാം ഒറിജിനൽ ഒബ്ജക്റ്റിൽ തപ്പിയിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇവിടെ ഷാഡോ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണ്? CMMൻ്റെ പകുതി വില പോലും, ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു CMM എടുത്താൽ അതിൻ്റെ ഹാഫ് പ്രൈസ് മാത്രമേ ഈ ഒപ്റ്റിക്കൽ കമ്പാരിറ്ററിന് വരത്തുള്ളൂ. അപ്പോൾ ചില ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇൻസ്പെക്ഷൻ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ കമ്പാരിറ്റേഴ്സ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്സ് എന്ന് പറയും, അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസ്കോപ്പിനകത്ത് ഇൻസ്റ്റെഡ് ഓഫ് ഷാഡോയ്ക്ക് പകരം നമ്മൾ ഡയറക്റ്റ്ലി ആ ഇമേജാണ്, അതായത് ആ ഒബ്ജക്റ്റിനെ മുമ്പിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയിരിക്കും അതിൻ്റെ ഫോട്ടോഗ്രാഫാണ് ഡയറക്റ്റ്ലി പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മേളിലാണ് ഒറിജിനലി നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് എക്സാക്ട്ലി ഇത് ആ ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് മാനുഫാക്ചർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഒപ്റ്റിക്കൽ കമ്പാരിറ്ററിനെ കമ്പയർ ചെയ്ത് ഒരു പ്രൊജക്ഷൻ സിസ്റ്റം ആണ് മൈക്രോസ്കോപ്പിനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഷാഡോ അല്ല, അതിൻ്റെ ഒറിജിനൽ കളർ, ടെക്സ്ചർ, ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം കൂടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്സിനെ കൊണ്ട് നമുക്ക് പറ്റും. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഇൻസ്പെക്ഷൻ, ഓൺലൈൻ ഇൻസ്പെക്ഷൻ ടെക്നീക്കിനകത്ത് നെക്സ്റ്റ് ഒരു കൺവെൻഷണൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് വരുന്നത് ഒരു സ്കാനിങ് ലേസർ സിസ്റ്റമാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കണം, ഇത് ഒരു ലേസർ, ഒരു ലേസർ മാത്രമേ ഉള്ളൂ, ഈ ഒരൊറ്റ ലേസർ. ഈ ഒരു ലേസറുടെ മുമ്പിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഈ മിറർ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴെന്താണ്, ഒരു സമയത്ത് ലേസറുടെ ആംഗിൾ കാരണം ഇവിടെ ആയിരിക്കും നമുക്ക് ലേസർ ലൈറ്റ് പോയിട്ട് ഫോട്ടോ ഡിറ്റക്ടറിൽ കയറുക. അതേസമയം ഇത് സ്കാൻ ചെയ്ത് ഇതേപോലെ മൂവ് ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടം വരെയും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇമേജ് ആ പറയുന്ന ലേസറുടെ ആ ഒരു ബീം ലൈറ്റ് ഇവിടെ വന്ന് ഇതും ഫോട്ടോ ഡിറ്റക്ടറിനകത്ത് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിററിനെ റൊട്ടേറ്റ് ചെയ്യുമ്പം പല ബീംസ് നമുക്ക് ഇതിൽ കൂടെ പാരലായിട്ട് വെളിയിൽ ഇറങ്ങുന്നത് കാണാം. ഈ പാരലായിട്ട് ഇറങ്ങുന്ന ബീം ഈ ഒരു ഒബ്ജക്റ്റിനെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഷാഡോ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഷാഡോ അല്ലേ വരേണ്ടത്, ആ ഷാഡോയ്ക്ക് പകരം അതിൻ്റെ ഈ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന അനുസരിച്ചിട്ട് ഒരു ടൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും ഡയറക്റ്റ്ലി ഫോട്ടോ ഡിറ്റക്ടറിൽ കൂടെ പോവുക. അതായത് ഒരു സമയത്ത് ബീം ഇവിടെ ആയിരിക്കും, അടുത്ത സമയത്ത് ബീം ഇവിടെ വരും, പിന്നെ ഇവിടെ വന്ന് ഒബ്ജക്റ്റിൽ തട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ബീം ഇവിടെ വരത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഡിറ്റക്ടറിൽ ലൈറ്റ് നല്ലപോലെ കിട്ടുന്നുണ്ട്, ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് കിട്ടാതെയാവും, പിന്നെ ലൈറ്റ് വീണ്ടും കിട്ടിത്തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടായിരിക്കും. അത് ഫോട്ടോ ഡിറ്റക്ടറിൽ ഒരു ടൈം ബേസ്ഡ് ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഷാഡോ പോലെയാണ്, പക്ഷേ ഇതിൻ്റെ ടൈം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷാഡോ ഇമേജാണ് നമുക്ക് ബേസിക്കലി ഇതിനകത്ത് കിട്ടുക. ഇതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് ബേസിക്കലി ഒരു ലേസറും ഒരു റൊട്ടേറ്റിംഗ് മിറർ സിസ്റ്റം പിന്നെ ഇതേപോലെ ഒരു ഫോട്ടോ ഡിറ്റക്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഷാഡോ എടുക്കാൻ പറ്റും. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആക്യുറസിയാണ്, നല്ല ആക്യുറസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്കാനിങ് ലേസർ സിസ്റ്റമാണ്. ഈ സ്കാനിങ് ലേസർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ലീനിയർ അറേ ഡിവൈസാണ്. ലീനിയർ അറേ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ലേസർ സിസ്റ്റം പോലെ തന്നെയാണ്, പക്ഷേ ലേസർ സിസ്റ്റത്തിൽ നമുക്ക് മൂവിങ് മിറർ ഉണ്ടായിരുന്ന എല്ലാം ഉണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് ഇറങ്ങുന്ന ലൈറ്റ് സോഴ്സ് ഒരു പ്ലേനാർ ലൈറ്റാണ് ഇതിനകത്ത് ബേസിക്കലി വെക്കുന്നത്. പ്ലേനാർ ലൈറ്റ് മൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഈ പ്ലേനാർ ലൈറ്റിൻ്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പിൽ ഒരു ഫോട്ടോ
ഡയോഡും കൂടി ഒരു ഫോട്ടോ ഡയോഡിൻ്റെ ഒരു അറേയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇതിനകത്ത് അതിൻ്റെ ഷാഡോ കിട്ടും. പക്ഷേ ഒരു പ്ലെയിനാസ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. ഓക്കെ, ഇത് പുറത്തോട്ട് പേജിൻ്റെ വെളിയിലോട്ട് ഇറങ്ങും, പേജിൻ്റെ ഉള്ളിലോട്ടും ഇത് കയറിപ്പോകും. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് സ്കാൻ ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഫോട്ടോഷോപ്പിനകത്ത് ആ സ്ക്രീനിൽ ഒരു ലൈറ്റിൻ്റെ ഒരു ബീം ഇങ്ങനെ ഇവിടുന്ന് ഈ അറ്റത്തോട്ട് പേപ്പർ സ്കാൻ ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്ലെയിനാർ ലൈറ്റ് കംപ്ലീറ്റ്ലി മേളിൽ നിന്ന് താഴോട്ട് അതിനെ സ്കാൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇത് ലേസറിൻ്റെ അത്രയും കോസ്റ്റ്ലി അല്ല, കാരണം ലേസറിൻ്റെ വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ ആവശ്യമില്ല. അപ്പോൾ ഒരു നല്ലൊരു പ്ലെയിനാർ ലൈറ്റ് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്താ പറയുന്നത് ഈ പറയുന്ന മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ ട്രയാങ്കുലേഷൻ ടെക്നിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഒപ്റ്റിക്കൽ ട്രയാങ്കുലേഷൻ ടെക്നിക്ക് ഈ ഒരു ഇമേജിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, ഒറ്റൊരു കാര്യമുള്ളൂ. ഒബ്ജക്റ്റ് ഫ്ലാറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഒബ്ജക്റ്റ് ഇതേപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്കതിൻ്റെ കോണ്ടൂർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യാം. എന്താണെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ ലേസർ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ടൊരു ആംഗിൾ, ഈ പറയുന്ന ആംഗിൾ എ നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ ചെയ്യുന്ന ആംഗിൾ, ആ ഒരു ആംഗിളിൽ ഈ ഒരു പോയിന്റ് എക്സാക്ട്ലി ഇവിടുന്ന് ഈ ഒബ്ജക്റ്റിൻ്റെ മേളിൽ ഇവിടെ ടച്ച് ചെയ്യും. നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ പറയുന്ന ഫോട്ടോ ഡയോഡിൻ്റെ അരയും ഈ പറയുന്ന ലേസറിൻ്റെ പോയിൻറ്റും അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാം. അപ്പോൾ ഇവിടെ ഇതാണെങ്കിൽ ഇവിടെയാണ് സപ്പോസ് ആ ബീം ഓഫ് ലൈറ്റ് കാണുന്നതെങ്കിൽ ഇത്രയായിരിക്കും അതിൻ്റെ എൽ ഡിസ്റ്റൻസ്. ഇപ്പം ഇവിടെയാണ് കറക്റ്റ്ലി ഇത് മീറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് എൽ ഡിസ്റ്റൻസ് ഇതായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രയാങ്കുലേഷൻ മെത്തേഡിൽ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആംഗിൾ എ അറിയാം, നമുക്ക് ലെങ്ത് എൽ അറിയാമെങ്കിൽ നമുക്ക് വെരി ഈസിലി ആർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കാരണം ടാൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ അല്ലേ. അപ്പോൾ നമുക്ക് ആർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ ടാൻ എ വിച്ച് കംസ് ഔട്ട് ടു ബി കോട്ട് എ. അപ്പോൾ അതാണ് ബേസിക്കലി ആർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ ഒറിജിനലി ഒരു ഒബ്ജക്റ്റ് സപ്പോസ് ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആറ് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ കോണ്ടൂറ് പല ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ആർ വെച്ചിട്ട് നമുക്കിതിൻ്റെ കോണ്ടൂറ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ കൂടെ എന്താ ഈ ലേസറിനെ ഈ ആംഗിൾ എ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. എല്ല് നമ്മൾ കിട്ടിയിരിക്കുന്ന ഇമേജ് വെച്ചിട്ട്, അതായത് ഇതാണ് ഇമേജിൻ്റെ ലെങ്ത് എങ്കിൽ എവിടെയാണ് നമുക്ക് ഈ സ്പോട്ട് കിട്ടുന്നത്, ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്പോട്ട് കിട്ടുന്നതെങ്കിൽ ഇതായിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്ന എല്ലിൻ്റെ വാല്യൂ. അങ്ങനെ എല്ലും എയും വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ട്രയാങ്കുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേറെ കുറച്ച് അഡ്വാൻസ് ടെക്നീക്സിനകത്ത് വരുന്ന ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ടെക്നീക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ടെക്നീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജനറലി ഇപ്പോൾ നമുക്കറിയാം മൊബൈലിൻ്റെ സ്ക്രീനിൽ നമുക്ക് സ്ക്രീൻ ടച്ച് ചെയ്തിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ ആവുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അതേപോലത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് റിലക്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും അത് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ബേസിക്കലി സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ ആ പ്രോബ് ഹെഡും കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ പ്രോബിൻ്റെ അറ്റത്ത് പ്രോബ് ഹെഡ് ഞാൻ പറഞ്ഞു ഇത് ഒരു റൂബി ആയിരിക്കണം. റൂബിക്ക് പകരം ഒരു ഇലക്ട്രിക് ഫീൽഡ് എമിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് എമിറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് അടുത്ത് വരുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ബേസിക്കലി നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ് മെഷർമെൻറ്റ്സ് നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ടച്ച് സ്ക്രീനിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഈ പ്രോബിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഒബ്ജക്റ്റും ഇതും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കാരണം ഇലക്ട്രിക് ഫീൽഡിൽ വരുന്ന വ്യത്യാസം, ആ വ്യത്യാസം ഇതിലിരിക്കുന്ന ട്രാൻസ്ഡ്യൂസർ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് തരുന്ന സിഗ്നൽ വെച്ച് നമുക്കിതിൻ്റെ കോർഡിനേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ടെക്നീക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്പെക്ഷൻ. അതേസമയം റേഡിയേഷൻ ടെക്നീക്ക് നമുക്ക് യൂസ് ചെയ്യാം. റേഡിയേഷൻ ടെക്നീക്കിനകത്താണെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് സപ്പോസ് ഒരു പൈപ്പാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു സിലിണ്ടറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ
ആ സിലിണ്ടറിൽ എന്തെങ്കിലും ക്രാക്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഒരു എക്സ്റേ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എവിടെയൊക്കെയാണോ വെൽഡിങ് നടന്നിരിക്കുന്നത് അവിടെ എന്തെങ്കിലും ക്രാക്സ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ മെത്തേഡിൽ റേഡിയേഷൻ ടെക്നീക്ക് എക്സ്റേ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു മെറ്റൽ ഷീറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ തിക്നെസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തിക്നെസ് ഈവൻ ആണോ, ഒരേ തിക്നെസ്സിലാണോ ഷീറ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റേ ടെക്നീക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച മാതിരി പ്രോബുണ്ട്, പ്രോബിൻ്റെ ഹെഡിനകത്ത് ഒരു അൾട്രാസോണിക് ഡിവൈസാണ് വെച്ചിരിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ 20,000 ഹേർട്സിനേക്കാളും ഹയർ ഫ്രീക്വൻസിയിൽ ഇത് വേവ്സ് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന വേവ്സ് നേരെ ബോഡിയിൽ ഒബ്ജക്റ്റിൽ പോയി തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുന്ന സിഗ്നലിനെ നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് സൗണ്ട് പാറ്റേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ സൗണ്ട് പാറ്റേണും ഒറിജിനൽ പ്രൊഡക്ഷൻ്റെ പാർട്ടിൽ ഉണ്ടാവേണ്ട സൗണ്ട് പാറ്റേണും നമുക്ക് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ മെത്തേഡ്സ്. ഓക്കെ, താങ്ക് യു.